Hello students, now let us consider the next important topic from module 6, that is stepper motor interface. Before that, let us see some concepts regarding stepper motor. Now stepper motor is a brushless motor which converts electrical pulses into mechanical rotation. It rotates in steps according to the input pulses. A stepper motor usually have a number of field coils, phases and a toothed rotor. The step size of motor is determined by the number of phases and the number of teeth on the rotor. Step size is the angular displacement of the rotor in one step. If the stepper motor has 4 phases and 50 teeth, it takes 50 into 4, that is 200 steps to make one complete rotation. So the step angle will be 360 divided by 200, that is 1.8 degree. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പർ മോട്ടറിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ് പറയുന്നത്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ. അതായത് സ്റ്റെപ്പർ മോട്ടർ ആക്ച്വലി ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടേഴ്സ് അല്ലേ. അപ്പോൾ മോട്ടേഴ്സിൽ DC മോട്ടർ ഉണ്ട്, ഓക്കെ, ദെൻ സ്റ്റെപ്പർ മോട്ടർ. അപ്പോൾ സ്റ്റെപ്പർ മോട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സ്റ്റെപ്സ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ബ്രഷ്ലെസ് മോട്ടറാണ്. ആൻഡ് ദിസ് മോട്ടർ കൺവേർട്സ് ഇലക്ട്രിക്കൽ പൾസസ് ഇൻ ടു മെക്കാനിക്കൽ റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റെപ്പായിട്ടാണ് ഇൻപുട്ട് പൾസിൽ കൊടുക്കുന്നതനുസരിച്ച് സ്റ്റെപ്പായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. Okay, and there will be number of field coils and a toothed rotor ഉണ്ട് and stator ഉണ്ട്. Okay, and step size of rotor എന്ന് പറയുന്ന മോട്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേസസിന് ഡിപ്പെൻഡ് ചെയ്യും ആൻഡ് നമ്പർ ഓഫ് ടീത്ത്, റോട്ടറിലുള്ള ടീത്തിന് ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് സ്റ്റെപ്പ് സൈസ് ഇസ് ദ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് റോട്ടർ ഇൻ വൺ സ്റ്റെപ്പ്. ഒരു സ്റ്റെപ്പിൽ എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ആയി, അതാണ് സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പം സ്റ്റെപ്പ് ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു സ്റ്റെപ്പർ മോട്ടറിന് 4 ഫേസ് ഉണ്ടെന്ന് വിചാരിക്കാം ആൻഡ് 50 ടീത്ത് ഉണ്ടെങ്കിൽ, ഓക്കെ, ഒരു മോട്ടറിന് 50 ടീത്തും 4 ഫേസും ഉണ്ടെങ്കിൽ എത്ര സ്റ്റെപ്സ് വേണമെന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുന്ന ടൈം സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ 50 into 4, ദാറ്റ് ഇസ് 200 സ്റ്റെപ്സ് വേണം. സോ സ്റ്റെപ്പ് ആംഗിൾ വിൽ ബി 360 ഡിവൈഡഡ് ബൈ 200, ദാറ്റ് ഇസ് 1.8 ഡിഗ്രി. അതാണ് സ്റ്റെപ്പ് ആംഗിൾ. ഓക്കെ, ദെൻ ഇതാണ് ഇൻറ്റേർണൽ സ്കെമാറ്റിക് ഓഫ് ദ സ്റ്റെപ്പർ മോട്ടർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് റോട്ടർ ഉണ്ട്. ഓക്കെ, ദെൻ വി ഹാവ് ദ കോയിൽസ്. അപ്പോൾ ഇവിടെ 4 കോയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്, അതായത് A1, A2, A3, A4. ഓക്കെ, ആൻഡ് ദെൻ ദ കോമൺ നമുക്കിവിടെ കാണാൻ പറ്റും, രണ്ട് ഇതിൻ്റെതും കോമൺ കണക്ട് ചെയ്തിരിക്കുന്നത് VCCയിലേക്കാണ്. ഓക്കെ, സോ A1 is phase 1, A2 phase 2, A3 phase 3 and A4 phase 4. Now let us see the modes to drive the stepper motor. That is 2 modes, that is full step mode and half step mode. Full step mode, that is 2 electromagnets are energized at single time. Then torque which will be generated will be greater. Then power consumption is higher in it. ഓക്കെ, അപ്പം ഫുൾ സ്റ്റെപ്പ് മോഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ 2 ഇലക്ട്രോമാഗ്നറ്റ്സ് ആണ് എനർജൈസ് ചെയ്യുന്നത് അറ്റ് എ ടൈം. ദെൻ ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നത് ഗ്രേറ്റർ ആയിരിക്കും. ദെൻ പവർ കൺസംഷൻ ഹൈ ആയിരിക്കും. ദെൻ ദിസ് ടൈപ്പ് ഓഫ് ഡ്രൈവ് ഈസ് ചോസൺ വെൻ ദ ടോർക്ക് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ പവർ കൺസംഷൻ. അതായത് ടോർക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പവർ കൺസംഷനേക്കാളും ടോർക്കാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ആണ് ഈ ഒരു മോഡ് യൂസ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് ഹാഫ് സ്റ്റെപ്പ് മോഡ് എന്ന് വെച്ചാൽ 1 ഇലക്ട്രോമാഗ്നറ്റ് ഇസ് എനർജൈസ്ഡ് ഇൻ ദിസ് മോഡ്. ഇറ്റ് ഹാസ് ലോ ടോർക്ക് ബട്ട് ദ ആംഗുലർ റെസൊല്യൂഷൻ ഇസ് ഡബിൾഡ്. This type of drive is chosen when we want to increase the angular resolution of the motor. Okay, അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോമാഗ്നറ്റ് ആണ് എനർജൈസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ലോ ടോർക്ക് ആണ്, പക്ഷേ ആംഗുലർ റെസൊല്യൂഷൻ ഡബിൾ ആണ്. ദെൻ ഇവിടെ നമുക്ക് ഈ ഒരു ടൈപ്പ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആംഗുലർ റെസൊല്യൂഷൻ ഓഫ് ദ മോട്ടർ കൂടണമെങ്കിൽ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് മോഡാണ് യൂസ് ചെയ്യുന്നത്. നൗ ഫുൾ സ്റ്റെപ്പ് മോഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡുവൽ ഫേസ് മോഡ്. In the dual phase mode, the motor operated in both the phases get energized at the same time. 2 opposite coils are excited at a time. This mode provides more torque and high speed performance, but this mode requires twice the amount of power used in one step mode. Okay, അപ്പോൾ ഈ ഫുൾ സ്റ്റെപ്പ് മോഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ്. അതായത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 2 എഡ്ജസ് ഉണ്ട്, അതായത് 2 കോയിൽസ് ഒരേ സമയത്ത് എക്സൈറ്റ് ആവും. അപ്പോൾ അങ്ങനെയാണ് അതായത് ഒരു സ്റ്റെപ്പായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പോൾ ഇപ്പം AB രണ്ടും എക്സൈറ്റായി. ഓക്കെ, CD 0 ആണ്. അടുത്ത സ്റ്റെപ്പ് റൊട്ടേറ്റ് ആവണമെങ്കിൽ അടുത്തത് BC എക്സൈറ്റ് ചെയ്യും. ഓക്കെ, അതിലേക്ക് 1 കൊടുക്കും, അതായത് 1 അല്ലെങ്കിൽ 0 കൊടുക്കുന്നതാണ് ആക്ച്വലി ഈ കോയിൽസിലേക്ക്. സോ 1 കൊടുക്കും, നെക്സ്റ്റ് BCയിലേക്ക്. ദെൻ അടുത്ത സ്റ്റെപ്പ് കിട്ടണമെങ്കിൽ CD ആണ് 1 1. ദെൻ അടുത്ത സ്റ്റെപ്പ് AD ആണ് 1 1. അങ്ങനെ അപ്പോൾ അത് സ്റ്റെപ്പായിട്ട് റൊട്ടേറ്റ് ചെയ്തിരിക്കും.
ഇപ്പോൾ ഇവിടെ നമുക്കിത് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതാണ് വേറൊരു വിഷ്വലൈസേഷനാണ്. 2 coil excitation. ഈച്ച് സക്സസീവ് പെയർ ഓഫ് ദ അഡ്ജസൻറ്റ് കോയിൽസ്, അതായത് അഡ്ജസൻറ്റ് കോയിൽസ് ആണ് എക്സൈറ്റ് ആവുന്നത്, എനർജൈസ് ആവുന്നത്. ഇപ്പോൾ ഇവിടെ കാണാം ഫസ്റ്റ് കേസിൽ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടണമെങ്കിൽ കോയിൽ 3 and 4 ആണ് ഓൺ ആവുന്നത്. ഇപ്പോൾ കണ്ടോ 3 and 4 ഓണായി, അടുത്ത 2 ഓഫാണ്. ദെൻ നെക്സ്റ്റ് വരുന്ന സമയത്ത് 3, 2, ഓക്കെ, ദാറ്റ് ഇസ് 2, 3 കോയിൽസ് ആണ് ഓൺ ആവുന്നത്, 1 and 4 ഓഫാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ നെക്സ്റ്റ് വരുന്നത് 1 and 2 ആണ് ഓൺ ആവുന്നത്, 3 and 4 ഓഫ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വേണമെങ്കിൽ 1 and 4 ആണ് ഓൺ ആവുന്നത്, ദെൻ 3 and 2 ആർ ഓഫ്. ഓക്കെ, അതാണ് ഇതിൽ വർക്കിംഗ്. സോ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട്, അതായത് 2 അഡ്ജസൻറ്റ് കോയിൽസ് ഒരു സമയത്ത് എക്സൈറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പായിട്ട് അത് റൊട്ടേറ്റ് ചെയ്യും.